ജീവിതത്തിൽ പാഠങ്ങൾ ഉൾക്കൊണ്ടതിന് ശേഷം, തിരുത്തലുകൾ വന്നതിന് ശേഷം വീണ്ടും ആ പഴയ പടിയിലേക്ക് ഞാനും നിങ്ങളും പോകരുതെന്നുള്ളൊരു ആത്മീക സന്ദേശമാണ് ഇന്ന് മോർണിംഗ് മന്നായിലൂടെ കർത്താവ് നമുക്ക് നൽകാനായിട്ട് പോകുന്നത്. അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിൽ വചനം വളരെ ദാഹത്തോടെ സ്വീകരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം. നമ്മളെ ദൈവം ചില സന്ദർഭങ്ങളിൽ തെറ്റുകൾ തിരുത്താൻ നമുക്ക് അവസരങ്ങൾ തരും. തിരുത്തി കഴിഞ്ഞ് പിന്നെയും ആ തെറ്റിലേക്ക് നമ്മൾ പോകരുത്. അതിനോട് ചേർന്ന് ഒരു സന്ദേശവും കൂടെ അതിനോട് ചേർന്ന് എനിക്ക് പറയാനായിട്ടുണ്ട്. ദൈവം വിശ്വാസത്താൽ നമ്മളെ പരിശീലിപ്പിക്കുമ്പോൾ ബുദ്ധി അതിനോട് കൂട്ടിച്ചേർക്കരുത്. വായിക്കാം മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 9-10 വാക്യങ്ങൾ. രാജാവ് പറഞ്ഞത് കേട്ടവർ പുറപ്പെട്ടു. അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിന് മീതെ വന്നു നിൽക്കുവോളം അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. നോക്കിയേ, ഈ വചനത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ന് വരെ അവർ പോയിട്ടില്ലാത്ത ഒരു മേഖലയിലൂടെ വിശ്വാസത്താൽ ആ വിദ്വാൻമാർ യാത്ര ചെയ്യുകയാണ്. ആ നക്ഷത്രം അവർ കണ്ടപ്പോൾ തന്നെ അവർക്കതിനകത്തൊരു ദൈവീകത തോന്നുകയും അതിനെ ഫോളോ ചെയ്യുകയും ചെയ്തു. അവർ പോയിട്ടില്ലാത്ത മേഖലയിൽ, അവർ യാത്ര ചെയ്തിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ അവർ യാത്ര ചെയ്യുകയാണ്. ആ യാത്ര ചെയ്യുമ്പോൾ അവരെ മുന്നിൽ നിന്ന് നയിക്കാൻ ഒരു നക്ഷത്രമുണ്ട്. ആ നക്ഷത്രത്തിന് നമുക്ക് വിളിക്കാം ഉദയ നക്ഷത്രം. ഹല്ലേലൂയ. ഇന്നും ദൈവ പൈതലേ, നീ പോയിട്ടില്ലാത്ത മേഖലകളിലൂടെ, വേദനകളിലൂടെ, ഒറ്റപ്പെടലുകളിലൂടെ നീ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ, നിന്നെ മുന്നിൽ നിന്ന് നയിക്കാൻ, നിന്നെ താങ്ങി നടത്താൻ ഒരു ദൈവമുണ്ട്, ഒരു നക്ഷത്രമുണ്ട്. പക്ഷേ എപ്പോഴൊക്കെ ബുദ്ധി നീ അതിനോട് കൂട്ടിച്ചേർക്കുവോ പരാജയം സംഭവിക്കും. പിന്നെ ദൈവത്തിന് അവിടെ ചലിക്കാൻ കഴിയത്തില്ല. മോണിമന സന്ദേശം കേൾക്കുന്ന സഹോദര സഹോദരി, നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മടങ്ങി വരവിനുള്ള ഒരു സമയമാണ്. 2 കാര്യം ചെയ്യണം. കർത്താവേ, ഇന്നലകളിൽ അങ്ങയുടെ ശബ്ദത്തെ വിശ്വാസത്തിൽ ആമേൻ നടക്കേണ്ടതിന് പകരം ബുദ്ധിയുമായിട്ട് കൂട്ടിച്ചേർത്ത് ആമേൻ മുന്നോട്ട് നീങ്ങിയ നിമിത്തം വലിയ പ്രയാസത്തിൻ്റെ അനുഭവങ്ങളിലൂടെ പോകേണ്ടി വന്ന് കർത്താവെ ക്ഷമിക്കണമേ. 2 തീരുമാനമാണ്. ദൈവം മടക്കി വരുത്തുമ്പോൾ ഇനി ഒരിക്കലും ബുദ്ധിയുടെ മണ്ഡലത്തിൽ നീങ്ങത്തില്ല, ദൈവിക ലക്ഷ്യത്തിലേക്ക് ഞാൻ എത്തും എന്ന് തീരുമാനമെടുക്കാൻ പ്രാർത്ഥിക്കാൻ എനിക്ക് നിങ്ങൾക്കും കഴിയട്ടെ. രാവിലെ ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ലൈഫിൽ ഇന്ന് വരെ കാണാത്ത, ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു ബ്രേക്ക് ത്രൂ കർത്താവ് തരാനായിട്ട് പോകുകയാണ്. യെസ്, ഒരു സംശയവുമില്ല, ഒരു സംശയമില്ല. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു അത്ഭുതം കർത്താവ് ഈ ദിവസങ്ങളിൽ ചെയ്യും. വിശ്വസിക്കാമോ? അത് ദൈവത്തോടൊന്ന് ചിന്തിച്ചു നോക്കിയേ. പരിചയമില്ലാത്ത സ്ഥലങ്ങളിലൂടെ, അപരിചിതമായ ഇടങ്ങളിലൂടെ ആ ലക്ഷ്യത്തെ മാത്രം നീ നോക്കി യാത്ര ചെയ്തപ്പോൾ എന്തിനെങ്കിലും കുറവുണ്ടായിരുന്നോ? ഏതിനെങ്കിലും കുറവുണ്ടായിരുന്നോ? പക്ഷെ പെട്ടെന്ന് കൊട്ടാരത്തിലോട്ട് നോട്ടം മാറ്റിയപ്പോൾ എന്താ സംഭവിച്ചത്? നക്ഷത്രത്തിൻ്റെ വഴിക്ക് പോയി, നീ ബുദ്ധിയുടെ വഴിക്ക് പോയി. തന്നിമിത്തം വലിയ പരാജയമാണ് സംഭവിച്ചത്. അത് ദൈവം ആഗ്രഹിക്കുന്നില്ല കേട്ടോ, അത് ദൈവം ആഗ്രഹിക്കുന്നില്ല. ഈ സന്ദേശം നിങ്ങളുടെ കരങ്ങളിൽ ഇന്ന് കർത്താവ് തരുമ്പോൾ പറ, അപ്പാ എന്നോട് ക്ഷമിക്കണേ, എൻ്റെ ജീവിതത്തിൽ ആമേൻ വന്നുപോയ കുറവുകളെ ക്ഷമിക്കണമേ. അങ്ങയുടെ ആലോചനയെ ഞാൻ ബുദ്ധിയുമായിട്ട് കണക്ക് കൂട്ടി എൻ്റെ ജീവിതത്തിനകത്ത് അത് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ച് കർത്താവെ ക്ഷമിക്കണമേ. അങ്ങനെ പറയുമ്പോൾ എന്താ സംഭവിച്ചത്? നമ്മൾ വായിച്ച കുറിവാക്യം സംഭവിക്കും. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷം. ഒന്ന് മടങ്ങി വരാൻ അവർ തയ്യാറായി. ഒരു ബുദ്ധിയുടെ മണ്ഡലത്തിൽ നിന്ന് ഒന്ന് തിരിയാൻ അവർ തയ്യാറായി. വീണ്ടും വിശ്വാസത്തിൻ്റെ പാതയിലേക്ക് അവർ വന്നപ്പോൾ ആ ദൈവികമായ ചലനം വീണ്ടും അവരുടെ ജീവിതത്തിനകത്തുണ്ടായി. ഇന്നലകളിൽ റോങ് ഡിസിഷനുകൾ എടുത്ത് ദൈവിക ചലനം നഷ്ടപ്പെട്ടവരെന്നെ കേൾക്കുന്നെങ്കിൽ ഞാൻ നിയോഗത്തോട് പറയാം, ഈ വചനം നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതം സൃഷ്ടിക്കും. ആമേൻ. ഒന്ന് മടങ്ങി വരാൻ തയ്യാറാകട്ടെ, ഒന്ന് അനുദപിക്കുക, ദൈവത്തോടൊന്ന് ക്ഷമ ചോദിക്കാൻ, ഒന്ന് സമർപ്പിക്കാൻ, രണ്ടാമതൊന്നുകൂടെ സമർപ്പിക്കാൻ തയ്യാറായ ലക്ഷ്യസ്ഥാനത്തേക്ക് നിന്നെ ദൈവം എത്തിക്കുന്നു. മാത്രമല്ല ആമേൻ, അത് നിനക്ക് പിന്നത്തേതിൽ വലിയ നന്മയായിട്ട് മാറും. ആ ദൈവവരങ്ങൾ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഭയങ്കരമായ വിടുതലുകളെ സ്വർഗം ചെയ്യണമേ. ദൈവനാമം മാത്രം അവരിലൂടെ മഹത്വം എടുക്കുവാനിടയാകണമേ.
ഇതുവരെ കാണാത്ത ദൈവപ്രവൃത്തി അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.